ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പഴയ സാധനം, പഴയ കാലത്ത് ഉണ്ടാക്കുന്ന സാധനമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്നൊരു അവിയലാണ് വെക്കുന്നത്. ഈ അവിയലിന് ഒരു മലക്കറി ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇതിന് ഏറ്റവും മുഖ്യമായിട്ട് ചക്കയാണ്, ചക്കച്ചുള കൊണ്ടാണ് ചക്കയുടെ അവിയൽ എന്നാണ് ഇതിന് പറയാറുള്ളത്. ചക്കയവിയൽ. പിന്നെ ഈ ചക്കയവിയലിന് വേണ്ടി ചക്ക മടലും ഇടാം. നമ്മൾ അന്നേരം വെട്ടുന്ന ചക്കയുടെ അങ്ങ് മടലൂടെ ചേർത്തിടാം. അതൊരു പ്രത്യേക രുചിയാണ് ചക്കമടലിട്ട് അവിയൽ വെക്കുന്നത്. ഇന്ന് നമുക്ക് പക്ഷേ ചക്കമടലില്ല, കുറച്ച് ചക്കച്ചുളയുണ്ട്, കുറച്ച് ചക്കക്കുരുണ്ട്, 2 കുഞ്ഞു കാച്ചിലുണ്ട്, ഒരു ചേമ്പും കഷ്ണമുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങ എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ പറമ്പിലാണ്. നമ്മളൊന്നും കാശ് കൊടുത്ത് മേടിച്ചതല്ല. നമ്മുടെ പറമ്പിലെ 2 മുരിങ്ങക്കോലുണ്ട്. ഈ മുരിങ്ങക്കോൽ ഇടുക എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. ഈ മുരിങ്ങക്കോൽ ഇങ്ങനെ അങ്ങ് ഇതിന്റെ പൊടി ചെയ്യണം. അതാ ഞാൻ മുരിങ്ങക്കോൽ കണ്ടിട്ട് വയ്ക്കാൻ നിങ്ങളെ ഒന്ന് കാണിക്കാനൊക്കെ. അത് ഇങ്ങനെ ഈ പൊടി അങ്ങ് ചീകി കളഞ്ഞിട്ട് അല്ല, മുരിങ്ങക്കോൽ ചിലത് കണ്ട് ഇങ്ങനെ ഇരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു രസം, ഒരു രുചിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് മുരിങ്ങക്കോൽ ചിരണ്ടുന്നത്. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മൾ അവിയൽ വെക്കുന്നത്. ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഇപ്പൊ അരിഞ്ഞ വേസ്റ്റ് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നമ്മള് അരിഞ്ഞെല്ലാം ചെത്തിയെല്ലാം കഴുകി എടുത്തു അല്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് കാച്ചില അല്ലേ അമ്മ? കാച്ചില്, ചേമ്പ്, പിന്നെ ഒരു ചെറിയ മാങ്ങ, പച്ചമുളകുണ്ട്, പിന്നെ ചക്കക്കുരു, ചക്കച്ചുള, മുരിങ്ങക്കോല്. ഇത്രയും സാധനമുള്ള നമ്മൾ അവിയൽ. പക്ഷെ ഇത്രയും സാധനം ഉള്ളെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ മലക്കറി ഇട്ട് വയ്ക്കുന്നതിനെ കണ്ടൊക്കെ ഏറ്റവും രുചിയുള്ള ഒരു അവിയലാണ്. നല്ല അടിപൊളി അവിയലാണ് ചക്കയവിയൽ. ഇതിന്റെ പേരും ചക്കയവിയൽ. പണ്ട് കാലത്ത് ചക്കയുള്ളപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ അവിയൽ ഉണ്ടാക്കും. ചക്ക കൊണ്ടും ചക്കമടലും ഒക്കെ കൊണ്ടിട്ട് അവിയൽ ഉണ്ടാക്കും. നമ്മൾ അന്നൊന്നും കാശ് കൊടുത്തൊന്നും ഒരു പച്ചക്കറിയും മേടിക്കാറില്ല. ഇന്നിപ്പോ പച്ചക്കറി മേടിച്ചില്ലെങ്കിൽ നമുക്ക് കറിയില്ല. പക്ഷെ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളെല്ലാം ഇതുപോലിട്ട് നമുക്ക് ഒന്നാന്തരം കറി, വലിയ കാശ് മുടക്കൊന്നുമില്ലാതെ നമ്മൾ ഒന്നാന്തരം കറി വയ്ക്കാം. നമ്മൾ അവിയൽ വയ്ക്കാൻ പോവുകയാണ്. അതിന്റെ കഷ്ണങ്ങളൊന്നും നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ എങ്ങനെ നമ്മളിത് അരിഞ്ഞു തുടങ്ങിട്ടോ. ഇതിപ്പോ കാച്ചിലമ്മ, അപ്പൊ എല്ലാം നമുക്ക് അവിയലിൻ്റെതായ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ചക്കയവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഈ ഇരിക്കുന്ന മാങ്ങയാണ്. പക്ഷെ മാങ്ങ ഇപ്പൊ വേണ്ട കേട്ടോ, മാങ്ങയ്ക്ക് ഇടുന്ന ഒരു സമയമുണ്ട്, അപ്പൊ കാണിക്കാം. പിന്നെ ഇത് പച്ചമുളകാണ്. എത്ര പച്ചമുളക് ഉണ്ടെന്ന്? 5-6 പച്ചമുളകുണ്ട്. പിന്നെ ഇത് നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ, ചക്കക്കുരുവാണ്. ചക്കക്കുരു, അതോടൊപ്പം ചക്ക മടലുണ്ടെങ്കിൽ ചക്ക മടലും എടുക്കാം. പക്ഷെ ഞാൻ കീറി പോലെ ഇത് കണ്ടോ, ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചക്ക മടല് നമ്മൾ ഇന്നല്ല ചക്ക എടുത്തത്, അപ്പൊ അതുകൊണ്ട് ചക്ക മടൽ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ചക്ക മടലും കൂടെ ഈ അരിഞ്ഞിരിക്കുന്ന പരുവത്തിൽ ചക്ക മടലും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ചേമ്പാണ് കേട്ടോ, ചേമ്പ് കട്ട് ചെയ്തത്. ഇത് കാച്ചിലൊക്കെ സാധാരണ നോർമലിനേക്കാൾ ഇച്ചിരി വലിപ്പം കൂട്ടിയാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ചക്കച്ചുളയാണ്. ഇത് മുരിങ്ങക്കോലാണ് കേട്ടോ ഇത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ അവിയലിന് അരിയുമ്പോഴും നമ്മൾ ഇച്ചിരി കൂടെ ചെറുതാക്കി അരിയുന്നത്. കാരണം അതിൻ്റെ അകത്ത് വേവുന്ന കഷ്ണങ്ങളെല്ലാം ഏതാണ്ട് ഒരേ വേവ് വരുന്ന കഷ്ണങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ചക്കക്കുരു മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കഷ്ണത്തിന്റെ വലിപ്പം നമ്മൾ ഒരല്പം കൂട്ടിയിട്ടാണ് അരിയുന്നത്. അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ചക്കയവിയൽ വളരെ എളുപ്പമാണ്, വളരെ സ്വാദിഷ്ടമാണ്, കാശ് മുടക്കില്ല. അത് തന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ്ട് നമുക്ക് വലിയ കാശ് മുടക്കില്ല. നമ്മൾ ഉരുളിയിലോട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പൊ ഉരുളി വെക്കാൻ പ്രഷർ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിനാദ്യം ഇതിന് അടിയിലിടുന്നത് ചക്കക്കുരുവാണ്. അപ്പൊ ചക്കക്കുരുവാണ് ഇച്ചിരി വേവുള്ളത്. അതുകൊണ്ട് നമ്മൾ ചക്കക്കുരു അടിയിലിടും. ശരിയാ, ചക്കക്കുരു നല്ല വേവുണ്ട് അല്ലേ? നല്ല വേവുണ്ട്. അപ്പൊ നമ്മൾ ചക്കക്കുരു അടിയിലിടും. ചക്കക്കുരു അടിയിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ ചേമ്പാണ്. ചേമ്പിന് ഇപ്പൊ വെള്ളം പറ്റിയ ചേമ്പായതുകൊണ്ട് ചേമ്പിന് അപ്പൊ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേനയില്ല, അതുകൊണ്ട് നമ്മൾ ചേന ഇടുന്നില്ല. പിന്നെ നമ്മൾ മുരിങ്ങക്കോലാണ് ആദ്യം ഇടുന്നത്. മുരിങ്ങക്കോൽ ഇട്ടു. അപ്പൊ ഈ മുരിങ്ങക്കോൽ അടിയിലിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മുരിങ്ങക്കോലിന്റെ അടിയിലിരിക്കുന്നതിന് രുചി വരും, മുകളിലിരിക്കുന്നതിന് ഇതിന്റെ ആവി കൊണ്ട് മുരിങ്ങക്കോലിന്റെ രുചി കിട്ടും. അതിനാണ് ഈ മുരിങ്ങക്കോല. അത് നല്ല പിഞ്ചാന്ന് അങ്ങനെ ഇട്ടാ കൊള്ളൂല. പിന്നെ ഒരു കാര്യം, ഈ മുരിങ്ങക്കോൽ ഇച്ചിരി മൂത്ത് പോയി. നമ്മളിവിടെ ഇല്ലായിരുന്നു, അപ്പൊ മുരിങ്ങക്കോലൊക്കെ മൂത്ത് പോയി, അതുകൊണ്ടാണ് ഇടക്കിട്ടത് ഇത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് അരിഞ്ഞു വെച്ചേക്കുന്ന കാച്ചിലാണ് ഇതിന്റെ വണ്ടിയിലിടുന്നത്. കാച്ചിലൊക്കെ കണ്ട് ഇച്ചിരി വലിപ്പമുണ്ട്. കാച്ചിൽ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി വലിപ്പത്തിലാണ് കാച്ചിൽ അരിഞ്ഞത്. കാച്ചിലിട്ടു. പിന്നെ നമ്മൾ പച്ചമുളകിന്റെ അടുത്തിരിക്കുന്ന മാങ്ങ ഇപ്പൊ വേണ്ട അല്ലേ? വേണ്ട, മാങ്ങ പിന്നെ ഇടുന്നത് നമ്മൾ അന്നേരം നമുക്ക് കാണാം. ഇനി നമ്മൾ ഏറ്റവും മോളി ചക്കച്ചുളയാണ് ഇടുന്നത്. അപ്പൊ ചക്ക മടലുണ്ട്, അതും ഈ ചക്കച്ചുള തൊട്ട് താഴെ ഇടും അല്ലേ? ഇപ്പൊ ചക്ക കൊണ്ടല്ല നമ്മൾ മൂടി വെച്ചത്. ഈ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു എല്ലാ വീടുകളിലും അവിയൽ വെക്കുന്നത്.
പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില ഇതിന്റെ മണ്ടിയിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കടുവ ഒന്ന് പൊട്ടി. അപ്പൊ നമ്മൾ പച്ചക്കറിവേപ്പില നല്ല പോലെ നമ്മുടെ ഇതിന് എന്താ അവിയലിന് നമുക്ക് കടുക് പൊട്ടിക്കത്തില്ലല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മൾ നല്ല പോലെ പച്ചക്കറിവേപ്പില ഇടും. പച്ചക്കറിവേപ്പില, പച്ചമുളക് അല്ലെ, പിന്നെ പച്ച വെളിച്ചെണ്ണയൊക്കെയാണ് അവിയലിന്റെ പ്രധാനപ്പെട്ട. അപ്പൊ നമ്മള് ചക്ക കറിവേപ്പില കൊണ്ട് ചക്ക അങ്ങനെ മൂടി വെച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികളിടാം. ഉപ്പിടാം ആദ്യം. ഉപ്പ് ആദ്യം ഇവിടെ ഉപ്പന്റെ കൈവാക്കി ഇരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഉപ്പങ്ങ് ഇടുവാണ്. അതിന്റെ 1 സ്പൂൺ ഉപ്പ് മുകളിൽ കൂടെ തൂക്കി കൊടുത്താൽ മതി അല്ലേ? അങ്ങനെ ഇട്ടു. പച്ചമുളക് ഇട്ടത് കൊണ്ട് എരിവെള്ള മുളക് പൊടിയാണ് നമ്മൾ. അല്ലെങ്കിൽ അവിയലിന്റെ തോരന്, മോര് കറിക്കൊക്കെ എരിവെള്ള കാശ്മീരി മുളക് പൊടി ഇടരുത് അല്ലേ? അപ്പൊ നമ്മൾ 1 സ്പൂൺ, ഏകദേശം 1 സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി തൂക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടിയാണ് തൂളാൻ പോകുന്നത്. ഇത്രയും മഞ്ഞൾ പൊടിച്ച പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ചിലര് അവിയലിന് ഈ ചുമന്ന മുളക് പൊടിയില്ല ചേർക്കത്തില്ല. പക്ഷെ മുളക് പൊടി ചേർക്കുമ്പോൾ അതിന്റെ കളർ കറക്റ്റ് ആവത്തുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഒരു വെള്ള നിറത്തിലിരിക്കും അല്ലെ? അപ്പൊ മുളക് പൊടിയും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു കളർ അവിയലിന് കിട്ടാനായിട്ട് ഇത് വേണം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ഇരിക്കുവാണ്. ഇതുവരെ നമ്മൾ മാങ്ങ ചേർത്തിട്ടില്ല. പിന്നെയാണ് ഇനി എന്താ സ്വല്പം വെള്ളം ഒഴിക്കുക. ഓക്കെ, മുകളിൽ കൂടെ വെള്ളം അങ്ങ് ഒഴിക്കുമ്പോ മുകളിലിട്ട സാധനം എല്ലാം താഴത്തേക്ക് ആയിക്കോളും അല്ലെ? താഴത്തേക്ക് ഇടയ്ക്കും ഒക്കെ ആയിക്കോളും. അപ്പൊ വെള്ളം ഒഴിച്ചു. നമ്മുടെ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളം കൂടുതൽ വേണം ആണല്ലേ? പ്രഷർ കുക്കറിനേക്കാളും വെള്ളം കൂടുതൽ വേണം ഉരുളിയിലാവുമ്പോ അല്ലെ? അവിയൽ പ്രഷർ കുക്കറിൽ വെച്ചാൽ കൊള്ളൂല്ല. അപ്പൊ നമുക്ക് തീ പിടിപ്പിച്ച് അടുപ്പ് വെക്കാം. അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഉരുളിക്കകത്ത് സെറ്റ് ആക്കിയതിനു ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഴ ഇല കൊണ്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യുവാണ് അല്ലേ? നമ്മുടെ ഒരു ദൂഷനല്ല, കുഞ്ഞ് 2 ദൂഷനല്ല, 2 എടുത്തിട്ടുണ്ട് അല്ലേ? 2 ദൂഷനൽ എടുത്തിട്ട് കേട്ടോ. നമ്മുടെ ഇപ്പൊ ഒരു പ്രഷർ കുക്കർ രീതിയിലേക്ക് നമ്മുടെ ഉരുളിനെ മാറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. അപ്പൊ 1 വെച്ചു. അടുത്തും കൂടെ വെക്കുന്നുണ്ടോ? 2 ഇല വേണം അല്ലേ? അപ്പോഴാണ് ആ ഒരു സ്റ്റീം അകത്ത് ഫോം ചെയ്ത് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ 2 ഇല വെക്കുന്നത്. അങ്ങനെ നമ്മളിത് വാഴയിലയൊക്കെ വെച്ചത് നമ്മൾ സെറ്റാക്കി നമ്മളിത് നമ്മുടെ ഉരുളിയിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു മൂടഞ്ചട്ടി വെച്ചത് ഇത് മൂടുവാണ്. ഓക്കെ, മൂടഞ്ചട്ടി വെച്ച് അടച്ച് വെക്കണം. അപ്പൊ ഇതൊരു പ്രഷർ കുക്കർ രീതിയിലിരിക്കും ഇത് അല്ലേ? പിന്നെ നമുക്ക് അടുപ്പയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ അമ്മ ഇപ്പതേ നമ്മുടെ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അമ്മ ചെയ്യാൻ പോണ എന്താ വെച്ചാൽ പുറകിൽ കണ്ടോ നമ്മുടെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ തേങ്ങ ചിരണ്ടിയത് കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് ഇപ്പൊ തയ്യാറാക്കാൻ പോവാണ്. മാങ്ങയും ഈ അരപ്പൊക്കെ പിന്നീടാണ് ചേർക്കുന്നത് അല്ലേ? അപ്പൊ അരപ്പ് നമുക്ക് ഇത്രയും തേങ്ങ വേണം അമ്മേ? ഇതിലെന്തൊക്കെയാ ചേർക്കണേ? ഇനി അരപ്പിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി അല്ലേ? ഒരു 5-6 ചുവന്നുള്ളി ഉണ്ട് അല്ലേ? ചുവന്നുള്ളി ഉണ്ട്. പിന്നെ സ്വല്പം ജീരകം വേണം. ചിലര് അവിയലുകൾക്ക് ചുവന്നുള്ളി അരയ്ക്കാറില്ലാത്തവരുണ്ട്. നമ്മൾ അരയ്ക്കും. ലേശം ജീരകം. ഇനി വേണ്ടേ? ഇത് ചതച്ചെടുത്താൽ മതി ഇനി അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അടപ്പൊന്ന് പൊക്കി നോക്കാം നമ്മുടെ അവിയൽ തന്നെ ആയിരുന്നു. നന്നായിട്ട് വെള്ളമുണ്ട്. ഇച്ചിരി വെള്ളം വേണോ ഈ അവിയലിന്? ആണല്ലേ? ഇളക്കിടുക. നമുക്ക് ഇതിനെ അരച്ചു വെച്ചേക്കണം. ഇതിനെ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ നമുക്ക് അങ്ങോട്ട് ഇടാം. മാങ്ങ മുകളിൽ അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലേ? മാങ്ങ നമ്മൾ ഇപ്പോഴായിട്ടത്. ഇനി നമുക്ക് ഇതിന്റെ അരപ്പും കൂടെ ഇടാം. മിക്സിയിലാണ് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ജീരകം, കൊച്ചുള്ളി മാത്രം, തേങ്ങായും. ഇനി നമുക്ക് ചട്ടിക്ക് അടച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ എല്ലാം ഇലയെ പറ്റും. ചട്ടി നമുക്ക് ചേർന്ന് അടപ്പാകണ്ട. നമുക്ക് അടപ്പ് വീണ്ടും ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ അരപ്പ് 5 മിനിറ്റ് നമ്മൾ വെച്ചു അടുപ്പല്ലേ? മാങ്ങയൊക്കെ വെന്ത് കേട്ടോ. അതെ. അപ്പൊ നമുക്ക് തന്നെ അത് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്ന സാധനമാണ് പച്ച വെളിച്ചെണ്ണ അല്ലേ? ഇതില് അല്ലാതെ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടേ ഇല്ല അല്ലെ? ഇപ്പോഴാണ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നത്. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടൊന്ന് തവിക്കണക്കൊന്ന് ഇളക്കാം. തീ സിമ്മിലേക്ക് ഇട്ടു അല്ലെ? ഓ, തവിയുടെ തവിക്കണ കൊണ്ടാണ് ഈ ഇളക്കി കൊടുക്കുന്നത് അല്ലെ? ഇളക്കി ഇതിന് മിക്സ് ചെയ്യുന്ന പരിപാടിയിലാണ്. അങ്ങനെ മിക്സ് ചെയ്താണ് നമ്മുടെ ഈ അവിയൽ അങ്ങ് സെറ്റാക്കി മാറ്റുന്നത് അല്ലെ? ഒരു കാര്യം നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പൊ ഞാനൊരു കാര്യം ഞാൻ ഇളക്കാം അല്ലെ? ഇപ്പൊ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഈ സംഭവം എന്ന് കാണാം അല്ലെ? നമ്മളിത് അവിയൽ അടുപ്പേന്നൊക്കെ വാങ്ങി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്.
നമ്മുടെ ചക്ക അവിയൽ അങ്ങനെ അതെ നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കുവാണ്. ഇപ്പൊ എല്ലാ കഷ്ണവും കൂടെ ഇപ്പൊ നമ്മൾ ഒന്നിന് പുറത്തൊന്നായിട്ടാണ് നമ്മൾ ഇട്ടിരുന്നത്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ അല്ലെ ഒന്നിച്ച് മിക്സപ്പ് ആയിട്ട് ഉപ്പിന്റെ കാര്യമാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കണം അല്ലെ. ഉപ്പൊക്കെ അമ്മ തവിക്കണേന്നൊക്കെ ഊതിയെടുത്ത് നോക്കി. എങ്ങനെയുണ്ട്? ഉപ്പ് വേണം ഇനി? വേണ്ട, ഒന്നും വേണ്ട അല്ലെ. പുളി അരിവും ഒക്കെ എല്ലാം കറക്റ്റ് അല്ലെ. അപ്പൊ അതേ നമ്മുടെ ചക്ക അവിയൽ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറിന്റെ കറി അല്ലെ. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് അല്ലെ. ചായക്കും ചുമ്മാതിരിക്കുമ്പോഴും ഒക്കെ തിന്നാൻ നല്ലതാണ്. നമ്മൾ കോരി സ്പൂണിന് കഴിച്ചാൽ മതി അല്ലെ. അത് തന്നെ. അങ്ങനെ നമ്മുടെ ചക്കയെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ആവി എന്റെ മൂക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വാസനയുണ്ട്. പച്ചവെളിച്ചെണ്ണയുടെ ആ രുചി, ആ ചക്കയുടെ നമ്മൾ മലക്കറി ഇട്ട് അവിയൽ വെച്ചാൽ അത്രയും രുചി നമുക്ക് വരത്തില്ല, ഇങ്ങനെ കൊള്ളുകയില്ല. ഇത് ഏറ്റവും നല്ലൊരു അവിയലാണ്. നമ്മുടെ പഴയകാല അവിയലാണ്. പഴയ കാലത്ത് എല്ലാവരോടും ചോദിച്ചാൽ, പഴയ കാലത്തുള്ളവരോട് എല്ലാം ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ട്, ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല രുചിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചക്ക അവിയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ചക്കയുള്ള സീസണാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് മടല് മാത്രമല്ല മടലും കൂടെ ഒക്കെ ചെന്തി ഇടാനാണ്. അതുകൊണ്ട് ഇട്ട് നിങ്ങൾ അവിയൽ വെച്ച് നോക്കാം. നല്ല അടിപൊളി അവിയലാണ്. നിങ്ങൾക്ക് എന്റെ അവിയൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ പിന്നെ എല്ലാവർക്കും നന്ദി. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറക്കുകയും ചെയ്യരുത് കേട്ടോ. എനിക്കിപ്പോ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചക്കയവിയൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.